3 കോടി സ്ത്രീകൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പദ്ധതി. 70 വയസ്സ് കഴിഞ്ഞവരെയെല്ലാം സൗജന്യ വൈദ്യസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് ബജറ്റ് വിഹിതം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനോടൊപ്പം തൊഴിൽ നൈപുണ്യ പദ്ധതി. പാവപ്പെട്ടവർക്ക് ഭവന പദ്ധതി. പെൺകുട്ടികൾക്കുള്ള പ്രത്യേക ധനസഹായ സ്കീം എന്നിവ ബജറ്റിലുണ്ടാവുമെന്ന് സൂചനയുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെക്കുന്ന പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റ് അവതരണമാണിത്. ഇതോടെ തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരണം നടത്തുന്ന ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും. രാജ്യത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NDAയിലെ നിർണായക ശക്തികളായ JDU, TDP കക്ഷികൾ ഭരിക്കുന്ന ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് വലിയ വിഹിതം ഉണ്ടായേക്കുമെന്നാണ് അഭ്യൂഹം. അതേസമയം എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. റോഡ്, റെയിൽവേ എന്നിവയിൽ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. റെക്കോർഡ് മൂലധന ചെലവ് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. ആദായ നികുതിയിൽ ചില ഇളവുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ബജറ്റ് അമൃതകാലത്തിന്റെ നാഴികക്കല്ലാകുമെന്നും നൽകിയ ഉറപ്പുകൾ സാക്ഷാത്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചനയാകും ബജറ്റെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് മലയാളം, ഡൽഹി.